മോളെ ആഷ്ന ഇതെടുത്തിട്ട് ഫുഡ് എടുത്തിട്ട് പോ. വലൈക്കും സലാം. ദേ വരുന്നേ. ദേവന്മാർ ഇതെല്ലാം കൂടിയിട്ട് എന്നിട്ട് ഓട്ടോ ആണ് രാവിലെ. പക്ഷെ എന്താണെന്നറിയോ, ഈ വീട് മേടിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത് സ്കാം ആണെന്ന് പറഞ്ഞു. അയ്യോ 3750 മാസം കൊടുത്തോണ്ട് മാത്രം വീട് മേടിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങ് സ്കാം ആണെന്ന് വിചാരിച്ചു. അപ്പോഴാണ് പറഞ്ഞത് 1.5 മില്യൺ ആണെങ്കിലും കൂടിയിട്ട് ഈ വീടിന് നമുക്ക് ആകെ കൂടി മാസം അടവ് വരുന്നത് 3750 ദിർഹംസും പിന്നെ ബുള്ളറ്റ് പേയ്മെന്റ്സ് ആയിട്ട് നമ്മൾ കുറച്ച് കൊടുക്കണം എന്ന് പറഞ്ഞത്. ഇപ്പോ ഇവിടെ ഈ ഒരു സൗകര്യത്തില് നമുക്ക് ഈ വീടും കിട്ടി. മാസം 3750 ദിർഹംസ് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ബുള്ളറ്റ് പേയ്മെന്റ്സ് അടച്ചാലും സമാധാനമായി. നമ്മൾ വാടക കൊടുത്ത് നിൽക്കുന്നതൊക്കെ ഒരു മോചനമായി. 3 വർഷം കൊണ്ടാണ് ഞങ്ങൾ ഇത് അടച്ചു കൊടുത്തത്. വെറും 60-40 പേയ്മെന്റ് പ്ലാനിലാണ്. ഞാനിത് സ്കാം അല്ല എന്ന് വിചാരിക്കാനുള്ള ഒരു കാരണം എന്താണെന്നറിയോ, എന്നെ കൺസൾട്ടന്റിന്റെ അടുത്ത് കൊണ്ടുപോയി എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു എന്താണ് ഇവിടുത്തെ ദുബായി എന്ന്. അപ്പോഴാണ് ഞാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഞങ്ങൾ അവിടെ പോയി ഇതെല്ലാം കണ്ട് ഇതിന്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്തപ്പോഴാണ് ഞങ്ങൾ ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. ഇനി നിങ്ങളൊരു ഭാര്യയാണെങ്കിൽ, നിങ്ങളൊരു ഭർത്താവ് പറയുന്നത് കേൾക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം പോയി അത് അറിയൂ. എന്നിട്ട് ഭർത്താക്കന്മാരെ സപ്പോർട്ട് ചെയ്ത് ഇതുപോലൊരു വീടെന്ന സ്വപ്നം നമുക്കും സാക്ഷാത്കരിക്കാം.